മനുഷ്യജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യത്തോടെ അവൻ കാണേണ്ടുന്ന ഒരു കാര്യമാണ് അവൻ്റെ വിശ്വാസം എന്നുള്ളത്. നമ്മൾ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാവാം, ഇബാദത്തുകൾ അനുഷ്ഠിക്കുന്നുണ്ടാവാം. അതെല്ലാം അള്ളാഹുവിൻ്റെ അടുത്ത് കബൂൽ ചെയ്യപ്പെടുന്നത് അയാളുടെ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയാണ്. ദുർബലമായ അല്ലെങ്കിൽ സ്വീകരിക്കാൻ പറ്റാത്ത വിശ്വാസങ്ങളുമായിട്ടാണ് നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ അമലുകൾ തള്ളപ്പെടും. നല്ല ഈമാനോടുകൂടെ നാം ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് വിശ്വാസപരമായ ത്യാഗം വലിയ പ്രയാസം തന്നെയായിരുന്നു. ഒരു കാര്യം വിശ്വസിക്കുന്നിടത്ത് പോലും പ്രയാസങ്ങളായിരുന്നു. കാഫിരീങ്ങൾ അവരുടെ വിശ്വാസം കൊണ്ട് നടക്കും, പ്രവാചകന്റെ ഈമാൻ പ്രഖ്യാപിക്കും, അത് അവർക്ക് അംഗീകരിക്കാൻ കഴിയാതെയായി. മുശ്രിക്കീങ്ങൾ അവരുടേതായ അനുഷ്ഠാനങ്ങളും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. അത് സഹിക്കാനാവാതെ, പിടിച്ചു നിൽക്കാനാവാതെ അവിടെ തൻ്റെ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഓരോ സ്വഹാബിമാരും ഹിജറ പോയത്. വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. താൻ മനസ്സിലാക്കിയ സത്യം അംഗീകരിച്ച് ഈമാനോടെ പ്രവർത്തിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ഓരോ ഹിജറയുണ്ടായത്. അത് കഴിഞ്ഞ് മദീനയിലേക്ക് കടന്നു ചെന്നപ്പോൾ മദീനക്കാരുടെ പ്രത്യേകത, അവിടെ ഈമാനുള്ളവർ അല്പമുണ്ട് എങ്കിലും ആ പ്രദേശത്ത് യഹൂദികളുണ്ട്, നസ്രാനികളുണ്ട്. ഒരു പുതിയ സംഘം കൂടെ മദീനയിൽ വ്യാപിച്ചു. അവരാണ് അൽ മുനാഫിഖൂൻ, കപടവിശ്വാസികളും പെരുകി. യഹൂദികളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും, നസ്രാനികളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. മുനാഫിക്കുകളെ ഒരാൾക്കും ഇയാൾ ഏത് പെട്ടതാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയി. അവർക്കാണെങ്കിൽ എവിടെയും കയറി ചെല്ലാം, കാരണം അവരെല്ലാരിലും പെട്ടവനാണ്. സൂറത്തുൻ നിസായിൽ ഇങ്ങനെ ഒരു തഫ്സീർ വായിക്കുന്ന സമയത്ത് കാണുകയുണ്ടായി, അവരുടെ പ്രത്യേകത പറഞ്ഞത് അവർക്ക് വമ്പിച്ച അള്ളാഹുവിൻ്റെ നരകത്തിൻ്റെ ശിക്ഷ ഉണ്ടെന്നുള്ളത് അറിയിക്കണം നബിയെ. ബശ്ശിരിൽ മുനാഫിഖീന ബിഅന്ന ലഹും അദാബൻ അലീം, ഭയങ്കരമായ ശിക്ഷയുണ്ട് എന്നവരോട് പറയണം, അവർക്ക് അറിയിക്കപ്പെടും. അവരുടെ പ്രത്യേകത അല്ലദീന യത്തഖിദൂനൽ കാഫിരീന ഔലിയാഅ മിൻ ദൂനിൽ മുഅ്മിനീൻ, അവര് മുഅ്മിനീങ്ങളുടെ കൂടെയൊക്കെയാണ് പലപ്പോഴും കാണുക എങ്കിലും അവർ മുഅ്മിനീങ്ങളെ ആത്മമിത്രങ്ങളായി സ്വീകരിക്കുന്നതിന് പകരം കാഫിരീങ്ങളെയാണ് അവർ ആത്മമിത്രങ്ങളായി സ്വീകരിക്കുക. എല്ലാ സ്വകാര്യവും പറയും, എല്ലാ ഫംഗ്ഷനും അവരോടൊപ്പമാണ്, എല്ലാത്തിലും അവരെയാണ് ഇഷ്ടം. കാഫിരീങ്ങളോട് ഇഷ്ടം വെച്ച് പുലർത്തുകയും മുഅ്മിനീങ്ങളെ തള്ളിക്കളയുകയും ചെയ്യുന്ന സിസ്റ്റമാണ് അവരുടെ അടുത്തുള്ളത്. ഇനി മാത്രവുമല്ല, അവരുടെ പ്രത്യേകത ഇന്നല്ലാഹ ജാമിഉൽ മുനാഫിഖീന വൽ കാഫിരീന ഫീ ജഹന്നമ ജമീഅ, ഇവർ രണ്ടുപേരും ഒരേ അച്ചിൽ വാർത്തവരാണ്. മുനാഫിഖീങ്ങളെയും കാഫിരീങ്ങളെയും നരകത്തിലേക്ക് നാം വിടുന്നതാണ്, ഒരുമിച്ചിടുന്നതാണ്. ഇവരുടെ പ്രത്യേകത, ഇവര് പല വഞ്ചനകളും കുതന്ത്രങ്ങളും മദീനയിൽ വെച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവര് വിചാരിക്കുന്നത് ഞങ്ങൾ അള്ളാനെ പറ്റിക്കാണ് എന്നാണ്. ഇവർക്ക് സ്വയം തോന്നുകയാണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ അള്ളാനെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾ വലിയ ആളുകളാണെന്ന് തോന്നുകയാണ്. ഇന്നൽ മുനാഫിഖൂന യുഖാദിഊന അല്ലാഹ്, അവർ അള്ളാനെ വഞ്ചിക്കാണ്. വഹും വഹുവ ഖാദിഉഹും, സത്യത്തിൽ അവർ അവരെ തന്നെയാണ് വഞ്ചിക്കുന്നത്. അവർക്ക് നഷ്ടം അവർക്ക് തന്നെയാണ്. അവർ ചെയ്യുന്ന വഞ്ചന അവർക്ക് തന്നെയാണ് ബാധിക്കാം, അള്ളാഹ്ക്ക് എന്ത് പറ്റാനാ. ഇനി അവരെ പറ്റി പറഞ്ഞ മറ്റൊരു കാര്യം, വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ, അവരെ തിരിച്ചറിയാനുള്ള ഒരു മാർഗം പറഞ്ഞെന്തറിയോ, അവരുടെ നിസ്കാരമാണ്. നമ്മൾ ഇതാണ് ഗൗരവത്തോടെ കാണേണ്ടത് കേട്ടോ. ഒരാളുടെ മനസ്സിൽ കിടക്കണേ നമുക്ക് കാണാൻ കഴിയില്ല, ഒരാളുടെ കൽബിലെ ഈമാൻ നമുക്ക് അളക്കാൻ കഴിയില്ല. പക്ഷെ ഒരു മനുഷ്യന്റെ നമസ്കാരത്തിലൂടെ, ഒരു മനുഷ്യന്റെ പള്ളിയുമായുള്ള ബന്ധത്തിലൂടെ അയാളുടെ ഈമാനെ കണക്കാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. വഇദാ ഖാമൂ ഇലസ്സലാത്ത്, അവർ നമസ്കാരത്തിലേക്ക് എണീറ്റ് വന്നാൽ
ഖാമൂ കുസാല, അവർ മടിയന്മാരായി നമസ്കാരത്തിൽ വരും. മടി, അലസത നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഒരാൾക്ക് വന്നിട്ടുണ്ട് വെച്ചെങ്കിൽ അത് അയാളുടെ ഈമാനിനെ പരിശോധിക്കാനുള്ള കാര്യമായിരിക്കും. നമ്മളെയാണ് പരിശോധിക്കേണ്ടത്. പടച്ചോനക്ക് നിസ്കാരത്തിന് മടി വരുന്നുണ്ടോ? നിസ്കാരത്തിന് ഖുശൂ നഷ്ടപ്പെടുന്നുണ്ടോ? നിസ്കാരത്തിന് എന്തോ ഒരു സുഖമില്ലായ്മ തോന്നി തുടങ്ങിയാൽ അപ്പം നമ്മൾ ആലോചിക്കേണ്ട അവിടെയാണ്. ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല യുറാഊനന്നാസ്, അവർ ജനങ്ങളെ കാണിക്കാനാണ് എല്ലാം ചെയ്യുന്നത്. അവർ ആളറിയണം, 4 ആള് കാണിക്കണം, 10 ആള് അത് ശ്രദ്ധിക്കണം എന്ന ചിന്ത മാത്രമാണ് അവരുടെ നിസ്കാരത്തിലും അവർ ചെയ്യുന്ന എന്തൊരു കാര്യത്തിലും. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ, അവർ അള്ളാഹുവിനെ വളരെ കുറച്ചല്ലാതെ അവർ ഓർക്കൂല. നിസ്കാരത്തിലായിക്കോട്ടെ അല്ലാതെയായിക്കോട്ടെ അവർക്ക് ദിക്റുണ്ടാവൂല, അള്ളാഹ് എന്നുള്ള ചിന്ത ഉണ്ടാവില്ല. ഇതൊക്കെ ആരെ പറ്റിയിട്ടാണ് പറയണത്? ശക്തമായ നരകത്തിന്റെ ശിക്ഷയുണ്ടെന്ന് ഉറപ്പു പറഞ്ഞ മുനാഫിക്കുകളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. പിന്നെ അവരുടെ അടയാളം പറഞ്ഞത് മുദബ്ദബീന ബൈന ദാലിക ലാ ഇലാഹ ഉലാഇ വലാ ഇലാഹ ഉലാ. അവരിങ്ങനെ മുദബ്ദബീനേക്കും, ആടി ഉലയുന്നവരായിരിക്കും. അവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും. നമ്മൾ പറയില്ലേ 2 തോണിയിൽ കാലിട്ട് നടക്കുന്ന സ്വഭാവം ഉണ്ടാവും. വ്യക്തമായൊരു ആദർശബോധം ഉണ്ടാവില്ല, കൃത്യമായൊരു നിലപാടുണ്ടാവില്ല. അവർക്ക് എവിടെയാണോ സൗകര്യം കിട്ടുന്നത് അവിടേക്ക് ഇങ്ങനെ ആടി മറിഞ്ഞുകൊണ്ടിരിക്കും. കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടും, കുടുംബക്കാരൊക്കെ ഇഷ്ടം, എല്ലാവരും ഭയങ്കര രസം തോന്നും, ഇഷ്ടപ്പെടും. അപ്പോൾ അവർക്ക് പോകും. എന്നാൽ മറ്റുള്ളവർ വെറുപ്പിക്കേണ്ട, അവർ ഇങ്ങോട്ടും പോകും. അങ്ങനെ ഒരു മുദബ്ദബീന ബൈന ദാലിക ലാ ഇലാഹ ഉലാഇ വലാ ഇലാഹ ഉലാഇ. എന്തൊരു ശൈലിയില ഖുർആൻ പറഞ്ഞു. അവർ അവരിലേക്കും ഇവരിലേക്കുമായി ആടി ആടി ഉലഞ്ഞുകൊണ്ടിരിക്കും. സ്റ്റേണായൊരു വഴിയിൽ അവർ നിൽക്കൂല. ഞാനൊരു വിശദീകരണത്തിലേക്ക് പോകണില്ല. ഇവരെ പറ്റി അവസാനം ഖുർആൻ പറഞ്ഞ വാക്ക് ഇത്രേ ഉള്ളൂ: ഇവരിഞ്ഞ് എന്തൊക്കെ മലമറിച്ച് ചെയ്താലും ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ വലൻ തജിദ ലഹും നസീറാ. മുനാഫിഖീങ്ങൾ നരകത്തിന്റെ ഏറ്റവും താഴേ തട്ടിലായിരിക്കും. അവർക്കവിടെ ഒരു സഹായം വരാനുണ്ടാകില്ല. നരകത്തിൽ ഏറ്റവും ടോപ്പ് തീയുള്ളത് താഴെയാണ്. ആ താഴെ തട്ടിലാണ് മുനാഫിക്കങ്ങളുടെ സ്ഥാനം. പറയുമ്പോൾ സാധുക്കള് നിസ്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവും, യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവും, ഇതിൽ ബാക്കിൽ ഒഴിഞ്ഞെന്ന് സൈഡിൽ നിന്ന് മാറി നിന്ന് തട്ടി കളിച്ചിട്ടൊക്കെ നിന്നിട്ടൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ സ്വതക്കം കൊടുത്തിട്ടുണ്ടാവും. ഒക്കെ എന്തിനാണ്? യുറാഊനന്നാസ്, ആളെ കാണിക്കാനായിരുന്നു. ഈ ആയത്തൊക്കെ വിശദീകരിക്കുന്ന സമയത്ത് ഉലമാക്കന്മാർ രേഖപ്പെടുത്തിയൊരു സംഭവം, സഹാബത്തിന്റെ കാലഘട്ടത്തിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഈമാന്റെ കുറവ് വരുമ്പത്തിന് അവർക്ക് പേടിയാകുത്രേ. പടച്ചോനെ, ഞാൻ മുനാഫിക്കാകുകയാണോ? നമുക്കിപ്പോഴും യാതൊരു പേടിയില്ലല്ലോ. അവർക്ക് പേടി തോന്നി. ഹൻലല റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിൽ ഇങ്ങനെ വന്ന് ഇരിക്കുമ്പോൾ ഭയങ്കര ഈമാൻ ഇങ്ങനെ കയറും. ആ ആയത്തും ഹദീസൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര ആവേശം തോന്നും. അത് കഴിഞ്ഞ് അങ്ങാടി കൂടെ ഒക്കെ പോയി കുറച്ചൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ ആ ആവേശം ഒന്നങ്ങ് കുറയാൻ തുടങ്ങും. അങ്ങനെ ഹൻലല റളിയല്ലാഹു അൻഹുവിന് ആകെ മൂഡ് ഓഫായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ ഇടയിൽ ഹൻലല റളിയല്ലാഹു വന്നിട്ട് പറയാൻ തുടങ്ങി, നാഫഖ ഹൻലല, നാഫഖ. ഹദീസിൽ പ്രസിദ്ധമാണ്, ഹൻലല മുനാഫിഖായി, ഹൻലല മുനാഫിഖായി. ഹൻലല റളിയല്ലാഹു സ്വയം പറയാൻ. ചോദിച്ചാൽ എന്താ ഹൻലല അങ്ങനെ പറയുന്നത്? അല്ല നബി, നിങ്ങൾ ക്ലാസ്സിലിരിക്കുമ്പോഴും ദർസിലിരിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഈമാൻ കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ പിന്നെ അങ്ങോട്ട് ഇറങ്ങി എവിടേക്കെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്കത് കുറയാണ്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പം നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, അൽ ഈമാനു യസീദു വയൻഖുസു. അതെ, ഈമാൻ ഒരു പക്ഷേ മനുഷ്യരുടെ ജീവിതത്തിൽ യസീദു കൂടും. ഖുർആൻ ഓതുമ്പോൾ, ക്ലാസ് കേൾക്കുമ്പോൾ, നല്ല ഉപദേശങ്ങൾ കിട്ടുമ്പോൾ, നരകത്തെ പറ്റി കേൾക്കുമ്പോൾ, സ്വർഗത്തെക്കുറിച്ച് പറയപ്പെടുമ്പോൾ ഒരു ഈമാൻ കിട്ടും. വയൻഖുസു, അതേ ഈമാൻ ചില സാഹചര്യങ്ങൾ കുറയാനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരാൾ മുനാഫിഖായി എന്ന് പറയൂല. അതിൽ ബേജാറാവണ്ട. ഈമാൻ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീന്റെ അടിസ്ഥാനത്തിൽ, നബിയെ
ഇന്ന ആൾക്കാരൊക്കെ മുനാഫിക്കീങ്ങളാണ്. നബിക്ക് അറിയണമല്ലോ, അല്ലെങ്കിൽ നബി ചതിയിൽ പെട്ടുപോകുമല്ലോ. സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ആളുകളൊക്കെ മുനാഫിക്കുകളാണെന്ന വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അവരുടെ പേര് വിവരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നില്ല. കേൾക്കണം നിങ്ങൾ. ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നബിനോട് വന്ന് ആ വിവരം ഒരു സഹാബിനെ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ആ സഹാബിനോട് വന്നിട്ട് ചോദിക്കും, അത്ര ഹുദൈഫ എൻ്റെ പേരയിലുണ്ടോ? ആര്? ഈമാന്റെ ഊർജ്ജസ്വലതയുടെ കനകക്കട്ടിയായ ഉമർ ഖത്താബ് തങ്ങൾ വന്ന് ചോദിക്കുത്ര, ആ പറഞ്ഞ പേരിൽ എൻ്റെ പേരുണ്ടോ? അത്രക്ക് അവർക്ക് പേടിണ്ടായിരുന്നു. ഞാനൊരു മുനാഫിക്കായി, ഒരു കപടനായി, ഒരു വ്യാജനായി, ആൾക്കൂട്ടത്തിലെ ഒരാളായും മനസ്സിലും ഈമാനിലും മറ്റൊരു കെടുതിയിലായി നാശത്തിലായിട്ടാണോ ഞാൻ പോണത് എന്ന് ഉമർ ഖത്താബ് തങ്ങൾ ചിന്തിച്ചുവെങ്കിൽ നമ്മളെ ഈമാനും നമ്മുടെ ദഅവത്തും നമ്മുടെ സ്വതക്കയും നമ്മുടെ രാത്രി ജീവിതവും നമ്മുടെ പകൽ ജീവിതവും നമ്മുടെ കച്ചവടവും നമ്മുടെ ഭാര്യയും നമ്മുടെ കുടുംബവും സുഹൃത്തുക്കളും ഒക്കെ ഒന്നിങ്ങനെ പരിശോധിച്ചൊക്കെ പഠിച്ചോനെ ഇത് എവിടേക്കാ പോണത്. വേറെ ആരെയും പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ ഒന്ന് കയറി പരിശോധിക്കണം. ശക്തമായ വ്യക്തമായ ഈമാനിൻ്റെ നിലപാടിൽ നമ്മൾ എത്തിയില്ലെങ്കിൽ ഈ അവസ്ഥയെ ഭയപ്പെടാൻ നമ്മൾ വലിയ പ്രതിസന്ധിയെ നമ്മൾ നാളെ പരലോകത്ത് അനുഭവിക്കേണ്ടി വരും. ദുനിയാവിൽ ഏറ്റവും പേടിയോടുകൂടെ ഒരു സ്വസ്ഥതയുമില്ലാത്ത ജീവിതമായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിക്കീങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ പരാമർശങ്ങൾ വായിച്ചു നോക്കിയാൽ അവർക്ക് ഏറ്റവും ഭാരമുള്ള നമസ്കാരമായിരിക്കും എന്ന് പറഞ്ഞ് 2 നമസ്കാരങ്ങൾ പറഞ്ഞു. ഏതാണ്? ഒന്ന് സുബഹിൻ്റെ ആയിരിക്കും, പിന്നെ ഇശാ ആയിരിക്കും. സുബഹിൻ്റെയും ഇശാഇൻ്റെയും ജമാഅത്ത് നമ്മൾ ബാക്കിയുള്ളത് എവിടെങ്കിലും പെട്ട് തട്ടിത്തടഞ്ഞാലും ശരി, ആ 2 എണ്ണത്തിൽ നമ്മൾ നമ്മുടെ ഈമാൻ തെളിയിക്കേണ്ട നിസ്കാരങ്ങളാണ്. ആ ഈമാൻ തെളിയിക്കേണ്ട നമസ്കാരങ്ങളാണ്. പള്ളിയിൽ ആള് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തറിയോ? ആളുകളുടെ ഈമാൻ കുറഞ്ഞു എന്നാണ്. ഒരാൾ കാലങ്ങളായി പള്ളിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കണമെന്നറിയോ? അയാളുടെ ഈമാൻ എന്തോ, അയാളുടെ കച്ചവടത്തിൽ എന്തോ പറ്റിയെന്നല്ല, അയാളുടെ വീടിന് എന്തോ പറ്റിയെന്നല്ല എന്തിക്കണ്ട്, അയാളുടെ ഈമാൻ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കണ്ട്. അയാളെ പരിശോധിക്കണം. സ്വഹാബത്തിന്റെ കാലത്ത് ചില ആളുകൾ പള്ളിയിൽ വരാതെയായി. നമ്മളാണെങ്കിൽ കുറ്റം പറഞ്ഞ് നടക്കും. നമ്മളെ പണിയിലെന്താ? പിന്നെ നമ്മൾ അവനോടല്ലാത്ത എല്ലാവരോടും നമ്മൾ ആ പരാതി പറഞ്ഞിട്ടുണ്ടാവും. അവനോട് ചോദിക്കണം, എന്താണ് പള്ളി കാണാത്തത്? നമ്മൾ എത്ര ആളോട് ചോദിച്ചു? ഇല്ല. സഹാബത്തിന്റെ കാലത്ത് പള്ളിയിൽ കാണാതായ സമയത്ത് നേരെ ചെന്ന് അബ്ദുല്ലാഹിബ്നു ശമാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങളെ 2-3 ദിവസമായിട്ട് പള്ളി കാണില്ലല്ലോ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? അദ്ദേഹം പറഞ്ഞു, എന്നെ പറ്റി ഖുർആനിൽ ഒരു ആയത്ത് വന്നിട്ടുണ്ട്, എനിക്ക് പേടിയാവാണ്. എന്നെ പറ്റിയിട്ടായത്തോ? അതേതാ? നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ശബ്ദത്തിൽ ഒച്ച വെക്കരുത്, സംസാരിക്കരുത്. ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ശബ്ദം നബിൻ്റെ ശബ്ദത്തേക്കാൾ അമിതമായി പോകുന്നുണ്ട്. എൻ്റെ ശബ്ദം ജനിതകമായി ഞാൻ ജനിച്ചപ്പോഴേ അങ്ങനെയാണ്. ഞാനിപ്പോൾ എന്താ ചെയ്യുക? എനിക്ക് പേടിയാകാണ്, അതുകൊണ്ടാണ് ഞാൻ പള്ളിക്ക് വരാത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് നിങ്ങളുടെ വിഷയത്തിൽ വന്ന ആയത്തല്ല, അത് എൻ്റെ വീട്ടിൽ വന്ന് ആ അറാബികളായ ആളുകൾ പുറത്ത് വെച്ച് ബഹളം വെച്ചിട്ട് എൻ്റെ പേര് വിളിച്ച് ശബ്ദം വെച്ചപ്പോൾ ഇറങ്ങിയ ആയത്താണ്. അവരുമായി ബന്ധപ്പെട്ടത് നിങ്ങളുടെ ശബ്ദം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ശബ്ദം അമിതമാകാറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിച്ചപ്പോഴാണ് പള്ളിക്ക് വരാൻ തുടങ്ങിയത്. അഥവാ അന്വേഷിക്കാറുണ്ടായിരുന്നു എന്നാ നമ്മൾ മീറ്റിങ്ങിന് കണ്ടില്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കും. നമ്മൾ ഒരാളെ വളരെ അത്യാവശ്യമായി ഫോൺ വിളിച്ച് കിട്ടണമെങ്കിൽ നമ്മൾ അന്വേഷിക്കും. അതേപോലെ നമ്മുടെ അന്വേഷണത്തിൽ കാണേണ്ട ഒരു ടീമാണ് പള്ളികളിൽ നിന്ന് അകന്നു പോകുന്ന ചെറുപ്പക്കാർ, പള്ളിയിൽ കാണാത്ത കുറച്ച് വൃദ്ധർ, പള്ളിയിൽ കാണാത്ത പ്രാസ്ഥാനികർ, പള്ളിയിൽ കാണാത്ത മെമ്പർഷിപ്പ് ഉള്ളവർ. ഇവരെ നമ്മൾ നന്നായി എന്താണ് ഇവരുടെ പ്രശ്നമെന്ന് അടിസ്ഥാനപരമായി ഇടപെട്ട് അവരുടെ ഈമാൻ അധികരിപ്പിക്കാൻ വേണ്ട പണികൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഇസ്ലാമിൻ്റെ സുന്ദരമായ ഏറ്റവും നല്ല ഈമാനിൻ്റെ അവസ്ഥകളിലേക്ക് എത്താനും വിശ്വാസപരമായി കർമ്മപരമായി വരുന്ന എല്ലാ പോരായ്മകളിൽ നിന്ന് അകന്നു നിൽക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖാല ഫമർ റബ്ബുകുമാ യാ മൂസാ
قال ربنا الذي أعطى كل شيء خلقه ثم هدى قال فما بال القرون الأولى قال علمها عند ربي في كتاب لا يضل ربي ولا ينسى. إن شاء الله സൂറത്തു ത്വാഹയിലെ 49 മുതൽ 52 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠിക്കാനുള്ളത്. അതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ 2 ആയത്തുകൾ ഓതി പഠിച്ചിരുന്നു. ഫിർഔനിൻ്റെ അടുത്തേക്ക് മൂസാ നബി അലൈഹി ഇസ്ലാമും ഹാറൂൻ നബിയും കൂടെ ചെന്ന് ആദ്യമായി ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി അനുവാദം കിട്ടി. കൊട്ടാരത്തിൻ്റെ അകത്ത് വാതിൽ തുറന്ന് ഫിർഔനിൻ്റെ മുമ്പിലേക്ക് എത്തി. അവർ രണ്ടുപേരും എന്താണ് അവരോട് സംസാരിച്ചത് എന്നായിരുന്നു. ആ ആയത്തൊന്ന് ഓതി നോക്കി നമുക്ക് ആദ്യം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. فأتياه فقولا إنا رسولا ربك فأرسل معنا بني إسرائيل ولا تعذبهم قد جئناك بآية من ربك والسلام على من اتبع الهدى إنا قد أوحي إلينا أن العذاب على من كذب وتولى. ഇതിലെ ഫിർഔന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവർ പറഞ്ഞത്, ഞങ്ങളെ കൂടെ ബനൂ ഇസ്രായേലിനെ പറഞ്ഞേക്കണം, അവരെ ഇനി മുതൽ പീഡിപ്പിക്കാൻ പാടില്ല, ഞങ്ങൾ അള്ളാഹുവിൻ്റെ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ദൃഷ്ടാന്തങ്ങൾ, ഈ സന്ദേശങ്ങൾ പിൻപറ്റിയാൽ, ഹുദ പിൻപറ്റിയാൽ അവർക്ക് സമാധാനം ഉണ്ടാകും, അവർക്ക് നിർഭയത്വം ഉണ്ടാകും. ഇന്നാ ഖദ് ഊഹിയ ഇലൈനാ അന്നൽ അദാബ അലാ മൻ കദ്ദബ വതവല്ല. ഇത് ഈ സന്ദേശം പിന്തിരിഞ്ഞ് ഇതിന്ന് ഒഴിഞ്ഞു മാറി നടക്കുന്ന ആളുകൾക്ക് വലിയ അദാബ് ഉണ്ടാകുമെന്ന സന്ദേശം പറയാനാണ് വന്നിരിക്കുന്നത്. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു, അള്ളാഹുവിൻ്റെ ഹുദ പിൻപറ്റിക്കഴിഞ്ഞാൽ അവർക്ക് സലാമുണ്ടാകും എന്ന സന്ദേശം. വസ്സലാമു അലാ മനിത്തബഅൽ ഹുദാ. അതിൽ ഒരു രാജാവിൻ്റെ കഥ പറഞ്ഞിരുന്നു. റോമൻ രാജാവായിരുന്ന അദ്ദേഹത്തിന് കത്തെഴുതിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, ഏതാണ് രാജാവിൻ്റെ പേര്? റോമൻ രാജാവിൻ്റെ പേരെന്തായിരുന്നു? ഹെർക്കുലീസ് എന്ന് വിളിക്കുന്ന ഹെർക്കൽ രാജാവായിരുന്നു. മാഷാ അല്ലാഹ്. പിന്നെ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഫിത്ന വരുന്ന സമയത്ത് മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ വിഷയം പറഞ്ഞിരുന്നു. മുസൈലിമത്തുൽ കദ്ദാബിന് കത്തെഴുതിയപ്പോൾ അവിടുന്ന് പറഞ്ഞിരുന്നു സലാമുൻ അലാ മൻ തബഅൽ ഹുദ എന്ന്. അതിൻ്റെ കൂടെ നമ്മൾ വേറെ 2 പേര് പറഞ്ഞിരുന്നു. ഒന്ന് മുസൈലിമത്തുൽ കദ്ദാബ് കള്ളപ്രവാചകനാണ്, പിന്നെ 2 പേരും കൂടി പറഞ്ഞിരുന്നു. അസ്വദുൽ അനസി, പിന്നെ അൽ മുത്തനബി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാളും. അവരല്ലാത്ത വേറെയും ഉണ്ട്, അവർ പ്രധാനികളാണ് എന്നർത്ഥം. ക്ലാസ്സുകളിൽ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾക്ക് നോട്ട് ചെയ്യാനും മാർക്ക് ചെയ്യാനും എഴുതി വെക്കാനൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല, അത് വീണ്ടും നമുക്കൊരു വായനക്കും പഠനത്തിനും പരീക്ഷകൾക്കൊക്കെ സൗകര്യമാകും. ഇൻഷാ അല്ലാഹ് നമ്മുടെ മോഡൽ പരീക്ഷകൾ അധികം വൈകാതെ വരും. സൂറത്തിൻ്റെ യഥാർത്ഥ റിയൽ പരീക്ഷ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വരും. അത് കഴിഞ്ഞാൽ അടുത്ത സൂറത്തുകളിലേക്ക് പോകും. ഇൻഷാ അല്ലാഹ് ഇതൊരു സ്കൂൾ സംവിധാനം പോലെ നമ്മുടെ QHLS കേരളത്തിലടങ്ങമാനം എല്ലാ ശാഖകളിലും, പള്ളികളില്ലാത്ത, മദ്രസകളില്ലാത്ത സ്ഥലങ്ങളിൽ വരെ ഒരു സ്ഥലത്തിരുന്ന് പഠിക്കാൻ ചാൻസ് ഉള്ളിടത്തൊക്കെ ഖുർആൻ പഠനം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അതിനൊക്കെ വലിയ തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. എന്നിട്ട് നമ്മൾ പറയുന്നത്, ഇനി ഫിർഔന്റെ അടുത്ത് സംസാരം തുടങ്ങി ഇടക്കിടക്ക് പറയുന്നുണ്ട്, റബ്ബിന്റെ സന്ദേശമാണ് ഞാൻ പറയാൻ പോകുന്നത്, റബ്ബിൽ നിന്ന് സമാധാനം ഉണ്ടാകും, റബ്ബിന്റെ ശിക്ഷ ഉണ്ടാകും എന്നൊക്കെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഫിർഔനിന് ഇങ്ങനെ തോന്നിത്തുടങ്ങി, ഞാനല്ലാത്ത ഒരു റബ്ബുണ്ട് എന്നാണോ ഇപ്പോൾ ഈ പറയണത്? അതവനക്ക് തീരെ ഞാനല്ലാതെ ഈ ലോകത്തിന് റബ്ബോ എന്ന് ഒരു അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വല്ലാത്ത അവസ്ഥ. അതിനെക്കുറിച്ചാണ് പിന്നെ ചോദ്യം വരുന്നത്. ഖാല ഫമർ റബ്ബുകുമാ യാ മൂസാ. ഒരിക്കൽ ഖാല ഫമർ റബ്ബുകുമാ യാ മൂസാ.
قال ربنا الذي أعطى قال ربنا الذي أعطى كل شيء خلقه أعطى كل شيء خلقه ثم هداه قال ربنا الذي أعطى كل شيء خلقه ثم هداه قال فما بال القرون الأولى قال فما بال القرون الأولى قال علمها عند ربي في كتاب قال علمها عند ربي في كتاب لا يضل ربي ولا ينسى لا يضل ربي ولا ينسى قال فمن ربكما يا موسى قال ربنا الذي أعطى كل شيء خلقه ثم هداه قال فما بال القرون الأولى قال علمها عند ربي في كتاب لا يضل ربي ولا ينسى ഖുർആന് നമ്മൾ ഓതിക്കൊണ്ടിരിക്കാം. ഓതുന്നതിൻ്റെ കൂടെ തന്നെ മറ്റൊരാളുടെ ഓത്ത് നമ്മൾ കേട്ടുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നത് മനസ്സിലാക്കാനും പഠിക്കാനും എളുപ്പമായിരിക്കും. പ്രസിദ്ധരായ ഖിറാഅത്തിൻ്റെ ഖാരിഈങ്ങളുടെ ഓഡിയോകളും വീഡിയോകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പണ്ട് കാസറ്റ് തിരഞ്ഞ് നടന്ന് അത് കിട്ടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. ഇന്ന് നമുക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഖാരിഇൻ്റെ ഓഡിയോ വീഡിയോ നമുക്ക് വിരൽത്തുമ്പിൽ കിട്ടുകയാണ്. പ്രസിദ്ധനായ അബ്ദുറഹ്മാൻ സുദൈസ് ഹഫിളഹുല്ല, ഇന്നത്തെ ഹറമിലെ പ്രസിദ്ധനായ ഇമാം, അൽ മാഹിർ അൽ മുഅയ്ഖിലി, മഷാരി അൽ അഫാസി, ഇദ്രീസ് അബ്കർ, സാലിം അൽ മൻസൂരി, അങ്ങനെ ആകർഷണീയത തോന്നുന്ന ഓരോരുത്തർക്കും ഓരോ ശൈലി ഉണ്ടാവും. നമുക്ക് തന്നെ അബ്ദുൽ ബാസിത്തിനെ പോലെയുള്ള ഓരോരുത്തർക്കും വേറെ വേറെ ശൈലികളുണ്ടാവും. നമുക്ക് കേൾക്കാൻ ഇഷ്ടവും നമുക്ക് രസം തോന്നുന്നതും നമുക്കതിനോട് സൂട്ടബിളായി ഓതി തുടങ്ങാൻ പറ്റുന്നതുമായ ശൈലികൾ കേട്ട് 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 കഴിഞ്ഞാൽ നമുക്കും ഒരു ശൈലിയിലേക്ക് എത്താൻ കഴിയും. കേൾക്കണം, നിരന്തരമായി ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി ചെറിയ സൂറത്തുകളൊക്കെ ഇങ്ങനെ കേട്ട് കേട്ട് അങ്ങനെ തുടങ്ങിയാൽ നമുക്കും നല്ല ഒരു ഈണം കിട്ടാൻ നല്ലതാണ്. വിശുദ്ധ ഖുർആൻ ഏറ്റവും തർത്തീലായി ഓതണം എന്നാണല്ലോ, വറത്തിലിൽ ഖുർആന തർത്തീലാണ്. നിങ്ങൾ ഈ 4 ആയത്ത് ശ്രദ്ധിച്ചോ? അതിൽ ഓതുമ്പോൾ ഖാല ഫമർ റബ്ബുക്കുമാ പലയിടത്തും വരുന്ന ഒരു പ്രയോഗമാണ്. ഇൻദ റബ്ബി, പിന്നെ
യൻസ. ഇവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഖുർആനിലെ ഏറ്റവും അധികം നിയമങ്ങൾ ബാധിക്കുന്ന 2-3 സ്ഥലങ്ങളുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന്. അതിൽ നൂനു സാക്കിന, തൻവീന്, ഇത് രണ്ടിനും നല്ല കുറേ നിയമങ്ങൾ വരുന്നുണ്ട്. ഇവിടെ നൂനു സാക്കിന വന്നു, ഫമൻ, ഇൻദ, യൻസ. ഇതൊക്കെ വന്നപ്പോൾ നമ്മൾ എങ്ങനെയാ ഉച്ചരിച്ച് നോക്കൂ നിങ്ങൾ. ഫമൻ റബ്ബുക്കുമാന്ന് ഓതിയില്ല. എങ്ങനെ ഓതിയത്? ഫമർ റബ്ബുക്കുമ. ആ നൂനിന്റെ സുക്കൂറിനെ കനം കുറച്ചിട്ട് റായിലേക്ക് ചേർത്ത് ഫമർ റബ്ബുക്കുമ. ഇന്തെന്ന് പറഞ്ഞില്ല. അതെപ്പോഴാ പറയല്? എല്ലായിടത്തും അങ്ങനെ പറയാൻ കഴിയില്ല. ഇതുപോലെ റാ വന്നാൽ, അതുപോലെ തന്നെ ദാല് വന്നാൽ, സീന് വന്നാൽ ചില അക്ഷരങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് മറ്റൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ വരുന്ന അതിൽ തന്നെ ഖുർആനിൽ തന്നെ നിങ്ങൾ ഖുർആൻ നോക്കി സുക്കൂന് കൊടുത്തിട്ടുണ്ടാവില്ല. നോക്കി ഖുർആനിൽ സുക്കൂന് കൊടുത്തിട്ടുണ്ട്. നോക്കി സുക്കൂന് കൊടുത്തിട്ടുണ്ടല്ല. അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം അവിടെ സുക്കൂന് കനം കുറച്ചുകൊണ്ടാണ് ഓതേണ്ട ഭാഗമാണ്. ഫമർ റബ്ബുകുമാ ഇൻദ റബ്ബി യൻസ. ആയത്തൊന്നൂരി ഒതുക്കി. ഖാല ഫമർ റബ്ബുകുമാ യാ മൂസ ഖാല റബ്ബുനാ അല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ قال فما بال القرون الأولى قال علمها عند ربي في كتاب لا يضل ربي ولا ينسى. قال علمها ലാസ്റ്റ് ആയത്ത് ഒന്നുകൂടി ഒതുക്കി. قال علمها عند ربي في كتاب لا يضل ربي ولا ينسى. അപ്പോൾ അതിൻ്റെ തജ്വീദിൻ്റെ ഭാഗങ്ങൾ പറഞ്ഞു. ഗ്രാമർ സംബന്ധമായ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ വരും ഇൻഷാ അല്ലാഹ്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം ഇത് പറയുന്ന രംഗം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാം. യഖൂലു തആല മുഖ്ബിറൻ അൻ ഫിർഔൻ അന്നഹു ഖാല ലിമൂസാ മുൻകറൻ വുജൂദ സാനിഅൽ ഖാലിഖ്. ഇങ്ങനെ ഒരു സൃഷ്ടാവിൻ്റെ സന്ദേശം, ഒരു റബ്ബിൻ്റെ സന്ദേശം എന്ന് പറയുന്ന സമയത്ത് അതിനെ നിഷേധിച്ചുകൊണ്ട് ഗണ്ണിച്ചുകൊണ്ട് ഫിർഔന് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഇലാഹ കുല്ല ഷൈഇൻ വ റബ്ബഹു വ മലീകഹു. ലോകത്തിൻ്റെ മുഴുവൻ നിയന്ത്രണമുള്ള ഒരു റബ്ബുണ്ട് എന്ന് പറയുന്നതിനെ അംഗീകരിക്കാൻ കഴിയാതെ ഖാല, അപ്പോഴാണ് ഫിർഔൻ ചോദിച്ചത് ഫമർ റബ്ബുകുമാ യാ മൂസ. ഫമർ റബ്ബുകുമാ യാ മൂസ. ഫമൻ എന്ന് വെച്ചാൽ അപ്പോൾ ആരാണ്, അപ്പോൾ ആരാണ്. ഞാൻ ഇവിടെ ഇങ്ങനെ ഉണ്ടായിരിക്കെ അപ്പോൾ ആരാണ്. ഖാല ഫമർ റബ്ബുകുമാ, എന്നാൽ ആരാണ് റബ്ബുകുമാ, നിങ്ങളുടെ രണ്ടുപേരുടെയും റബ്ബ് എന്ന് പറയുന്നത്, നിങ്ങളുടെ രണ്ടുപേരുടെയും രക്ഷിതാവ് റബ്ബ് എന്ന് പറയുന്നത്. യാ മൂസ, അല്ലയോ മൂസ, ആരാണത്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന റബ്ബ് എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലദീ ബഅസക വ അർസലക മൻ ഹുവ, നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു എന്ന് പറയുന്ന റബ്ബ് ആരാണ്? ഫഇന്നി ലാ അഅരിഫു, ഫിറഔൻ പറയുന്നത് എനിക്കവനെ അറിയില്ലല്ലോ. വമാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, എൻ്റെ അറിവിൽ ഞാനല്ലാത്ത ഒരു ഇലാഹ് എന്ന് പറയുന്നത് എനിക്കറിയില്ല. പിന്നെ നിങ്ങൾ എന്ത് റബ്ബ് എന്നാണ് പറയുന്നത്? അപ്പോഴാണ് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞത്. ഖാല, മൂസാ നബി പറഞ്ഞു, റബ്ബുനാ, ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ അല്ലദീ, അവൻ, അഅതാ, എല്ലാം കൊടുത്തിട്ടുള്ളവനാണ്, നൽകിയവനാണ്, എല്ലാം നൽകാൻ കഴിവുള്ളവനാണ്. അഅതാ ഫഅമ്മാ മൻ അഅതാ വത്തഖാ, അഅതാ കൊടുക്കുക, നൽകുക. ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? അഅതാ, എല്ലാം നൽകുന്നവനാണ്. എന്തിന്? കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കൾക്കും. ഖൽഖഹു, അതിൻ്റെ ഒരു പ്രകൃതി, അതിൻ്റെ ഒരു സൃഷ്ടി, അതിൻ്റെ ഒരു പ്രകൃത രൂപം, യഥാർത്ഥ നല്ല ഒരു രൂപം മനുഷ്യർക്ക്, ജീവികൾക്ക്, ജന്തുക്കൾക്ക്, പ്രകൃതിക്ക് കൊടുത്തവനാണ് ഞങ്ങൾ പറയുന്ന റബ്ബ്.
സുമ്മ പിന്നെ ഹദാ അവക്കൊക്കെ കൃത്യമായ മാർഗദർശനം നൽകിയവനായ ഒരു റബ്ബിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമുക്ക് ഈ സന്ദേശം നമ്മളെ നാട്ടിലെ, കേരളത്തിലെ, ഇന്ത്യയിലെ എവിടെയാണ് നമുക്ക് പറയാൻ പ്രയാസമുള്ളത്? ഞങ്ങളുടെ റബ്ബ്, ഇസ്ലാം പറയുന്ന റബ്ബ് ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങുന്നതല്ല. ലോകത്തെ മുഴുവൻ വസ്തുക്കളെയും പ്രകൃതം നൽകിയവനും അവക്കൊക്കെ വഴി കാണിച്ചവനുമായ ഒരു റബ്ബിനെ, ഏകനായ ഒരു റബ്ബിനെയാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളത്. എത്ര നല്ലൊരു സന്ദേശമാണ്. അലി ഇബ്നു അബീ തുൽഹാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഖൗലിൽ കാണാൻ സാധിക്കും, ഖാലിഖൻ ലികുല്ലി ഷൈഇൻ സൗജ, എല്ലാ വസ്തുക്കളും സൃഷ്ടിച്ച് അവക്കൊക്കെ ഇണകളെ കൊടുത്തവനാണ് പടച്ചോൻ. ഇണകളില്ലാത്ത ഒരു വസ്തുവില്ല. വമിൻ കുല്ലി ഷൈഇൻ ഖലഖനാ സൗജൈൻ, എല്ലാ വസ്തുക്കൾക്കും ഇണകളുണ്ട്. ഇണകളെ കൊടുത്തവനാണ്. ഇമാം ലഹാഖ് റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ജഅലൽ ഇൻസാന ഇൻസാന, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ അത്ഭുതം എന്താണെന്നറിയും? മനുഷ്യനെ മനുഷ്യനാക്കി പടച്ചു. മനുഷ്യനായി പടച്ചു. അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞു, മനുഷ്യൻ അവൻ്റെ രൂപം മാറ്റാൻ പാടില്ല എന്ന്. നായൻ്റെ രൂപത്തിൽ നടക്കുന്ന ആൾക്കാരുണ്ട്. യൂറോപ്പിലെ റാലി നടന്നത് കണ്ടില്ല നിങ്ങൾ? ജർമ്മനിയിൽ ഞങ്ങൾ ഇനി മുതൽ നായയാകുകയാണെന്ന് പറഞ്ഞ് നായവേഷത്തിൽ നടന്ന രംഗം, റാലി നടന്നു. മനുഷ്യൻ നായയുടെ രൂപത്തിലേക്ക് മാറാം. എൻ്റെ മനസ്സ് പറയുന്നു നായയാണ് നല്ലത് എന്ന് തോന്നുന്നു. ഓരോരുത്തരും അവനവൻ്റെ രൂപം മാറ്റുക, വികൃതങ്ങളിലേക്ക് മാറ്റുക. അള്ളാഹു മനുഷ്യനെ മനുഷ്യനായി പടച്ചു. വൽ ഹിമാറ ഹിമാറ, ഹിമാറിനെ ഹിമാറാക്കി പടച്ചു. ആരാ ഹിമാർ? കഴുത. ഹിമാറിന് പറ്റുന്ന സൂട്ടബിളായ ശബ്ദവും കാലും രോമവും വാലും എല്ലാം അതുപോലെ കൊടുത്തു. ഷാത്തിനെ ഷാത്തായി പടച്ചു. ഷാത്ത് ആടിനെ ആടായി പടച്ചു. വഖാല ലൈസ് ഇബ്നു അബീ സുലൈം അഅതാ കുല്ല ഷൈഇൻ സൂറതഹു, ലൈസ് ഇബ്നു അബീ സുലൈം റഹിമഹുല്ലാഹ് പറയാണ്, അള്ളാഹു സൃഷ്ടിപ്പ് നൽകി ഓരോന്നിനും കൊടുത്തു എന്ന് പറഞ്ഞ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അല്ലാഹ് പടച്ചു. കണ്ണ് വെക്കേണ്ടിടത്ത് കണ്ണ്, ചെവി വേണ്ടിടത്ത് ചെവി, മൂക്കിന് ഓട്ട അതിനനുസരിച്ച് പാകത്തിൽ, പിരികം വേണ്ടിടത്ത് പിരികം, വളരാൻ പാടില്ലാത്തത് വളരൂല. എന്തൊക്കെ അത്ഭുതമാണ് മനുഷ്യരുടെ, ജീവികളുടെ ശരീരത്തിൽ കാണുന്നത്. ഇബ്നു അബീ നജീഹ് റഹ്മത്തുള്ളാഹി പറയാ, ഓരോ ജന്തു ജീവജാലങ്ങൾ അതിന് പാകത്തിൽ ശരിപ്പെടുത്തിയവനാ. നീന്തേണ്ട ജീവികളെ അങ്ങനെ, ഇഴയേണ്ട ജീവികളെ അങ്ങനെ, 2 കാല് 4 കാല്, അതുപോലെ ഓരോന്നിനും ആവശ്യമായി വേട്ടയാടി പിടിക്കാൻ ആവശ്യമായ പല്ല്, കാല്, നഖം, എന്തൊരു സൃഷ്ടിപ്പാണ് മനുഷ്യന് അതുപോലെ ജീവികൾക്ക് കൊടുത്തത്. അത് മാത്രം പഠിച്ചാൽ മതി. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്രപഞ്ചം മാത്രം പഠിച്ചാൽ എത്ര അത്ഭുതങ്ങൾ നമുക്ക് കാണാനുണ്ട്. സാൽമൺ മത്സ്യത്തിൻ്റെ കഥയൊന്ന് വായിച്ചു നോക്കി നിങ്ങൾ. എത്ര ദൂരം സഞ്ചരിച്ച് അവസാനം അതിൻ്റെ സഞ്ചാരപഥം തിരിച്ച് അതുപോലെ യാത്ര പോകുന്ന സാൽമൺ ഫിഷിൻ്റെ ആ ഒരു ജനന പ്രക്രിയ ഉണ്ടല്ലോ, അത്ഭുതകരമായ ചരിത്രം പറയുന്ന സ്റ്റാർ ഫിഷുകൾ മത്സ്യങ്ങളായി കാണും. അതുപോലെ അതിനകത്ത് സമുദ്രത്തിൻ്റെ അടിയിൽ കിടക്കുന്ന ചില സമുദ്രഭാഗങ്ങളിലൊക്കെ ഏറ്റവും ആഴം കൂടിയ ഭാഗം എന്ന് പറഞ്ഞാൽ 11 കിലോമീറ്ററോളം ആഴമുള്ള ഭാഗം കടലിലുണ്ട്. കപ്പലുകൾക്ക് സഞ്ചരിക്കണ്ടേ? ആഴമേറിയ കടലിനകത്ത് എന്തെല്ലാം അത്ഭുതങ്ങൾ പടച്ചവൻ ഒരുക്കി വെച്ചു. ആകാശത്തിലൂടെ വട്ടമിട്ട് പറക്കുന്ന എല്ലാ പക്ഷികളും എല്ലാം ഒരുപോലെ അല്ലല്ലോ. പരുന്തിൻ്റെ കാഴ്ചശേഷിയെ പറ്റി ആലോചിച്ച് നോക്കി. എത്ര ദൂരത്തുനിന്നാണ് താഴെ കിടക്കുന്ന അതിൻ്റെ ഇരയെ മനസ്സിലാക്കാൻ അതിന് കഴിയുന്നത്. എന്നിട്ട് ആ നഖം കൊണ്ടുവന്നത് എത്ര അതിനേക്കാൾ ഭാരമുള്ള സാധനങ്ങളെ പൊക്കി പിടിച്ചത് കൊണ്ടുപോകുന്നുണ്ടല്ലോ. ആരാണ് ഇതിൻ്റെ പിന്നിലെ റബ്ബ് എന്ന് പറയുന്നത്? സഈദ് ഇബ്നു ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഖൗലിൽ പറയുന്നുണ്ട്, ഓരോ സൃഷ്ടിക്ക് ഏറ്റവും നല്ലത് ഏതാണോ ആ രൂപത്തിൽ. വലം യജ്അലിൽ ഇൻസാന മിൻ ഖൽഖി ദാബ, ഒരു മനുഷ്യനെയും ജന്തുവാക്കി അല്ലാഹു പടച്ചില്ല. വലാ ലിദ്ദാബത മിൻ ഖൽഖിൽ കൽബ്, വേറെ ഒരു ജന്തുവിനെ പിടിച്ച് നായൻ്റെ രൂപത്തിലേക്കാക്കില്ല, അത് ആ ജന്തുവിനെ തന്നെ. വലാ ലിൽ കൽബി മിൻ ഖൽഖി ഷാദ്, നായനെ പിടിച്ച് ആടിൻ്റെ രൂപത്തിലാക്കിയിട്ടില്ല. ഓരോരുത്തർക്കും അവരവരുടെ ഇണകളായി ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു.
വൽറിസ്ഖി വൽഖൽഖി ഫിന്നിക്കാ വഖാല ബഅദുൽ മുഫസ്സിരീൻ ചില തഫ്സീറുകളിലൊക്കെ കാണാം വല്ലദീ ഖദ്ദറ ഫഹദ ദേയാശേ ഏതിലാ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ വല്ലദീ അഖ്റജൽ മർഅ. അല്ലാഹനെ പറ്റി പഠിക്കാൻ ഏറ്റവും എളുപ്പം ഖുർആനിലെ ആയത്തുകൾ മാത്രം മതി. അപ്പോൾ ഈ റബ്ബുനല്ലദീ ഖലഖൽ ഖൽഖ വഖദ്ദറൽ ഖദ്റ വജബൽ ഖലീഖത അലാ മാ അറാദ, അല്ലാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഏറ്റവും നല്ല സൃഷ്ടിപ്പ് നൽകിയവനായ ആ പടച്ചോനാണ് ഞങ്ങളുടെ റബ്ബ്. അതിൻ്റെതായ അസ്തിത്വം കൊടുത്ത് ഓരോ ജീവിക്കും നിലനിൽപ്പിന് ആവശ്യമായത് കൃത്യമാക്കി കൊടുത്തവനാണ്. അതിൽ അവസാനം പറഞ്ഞ വാക്ക് സുമ്മ ഹദാ, പിന്നെ മാർഗദർശനം നൽകി. അതിനർത്ഥം എല്ലാവർക്കും ഹിദായത്ത് കൊടുത്തു എന്നാണോ? അല്ല. ഹദ എന്ന വാക്കിന് ഒരർത്ഥം സന്മാർഗം കൊടുത്തു എന്നാണ്. അതിനർത്ഥം എല്ലാവർക്കും ഹിദായത്ത് കൊടുത്തു എന്നാണോ? അല്ല. പണ്ഡിതന്മാർ അതിന് വിശദീകരണം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഹദൽ ഖലായിഖ ഖദ്ദറ ഖദ്റൻ വഹദൽ ഖലായിഖ ഇലൈഹി കതബൽ അഅമാല വൽ ആജാല വൽ അർസാഖ സുമ്മൽ ഖലായിഖ മാശൂന അലാ ദാലിക്. ഓരോ ജീവിക്കും ജീവിക്കാൻ ആവശ്യമായ കൃത്യമായ വഴിയും ജീവിതമാർഗവും ഭക്ഷണ രീതിയും ഉറക്കവും മറ്റു സമ്പ്രദായങ്ങളും അല്ലാഹ് ശരിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഹദാ ഹുദ എന്ന വാക്ക് ഖുർആനിൽ പല സ്ഥലങ്ങളിലും പറഞ്ഞിരിക്കുന്നിടത്ത് തേനീച്ചനെ പറ്റി പറഞ്ഞപ്പോൾ വഔഹാ റബ്ബുക ഇലൻ നഹ്ലി, തേനീച്ചക്ക് നാം വഹ്യ് കൊടുത്തിരിക്കുന്നു. അതൊരു ഹദയാണ്, ഒരു മാർഗം കൊടുത്തിരിക്കുന്നു. എന്താ തേനീച്ചയോട് പറഞ്ഞത്? അനിത്തഖിദി മിനൽ ജിബാലി ബുയൂത്ത, നിങ്ങൾ വലിയ വലിയ പർവ്വതങ്ങളുടെ മുകളിൽ വീടുണ്ടാക്കണം എന്ന നിർദ്ദേശം തേനീച്ചകൾക്ക് കൊടുത്തിട്ടുണ്ട്. അതെവിടെ നമ്മൾ നടക്കുന്ന വഴിയിലൊന്നും കൂടുണ്ടാക്കൂല. വമിനശ്ശജരി, വലിയ മരങ്ങൾക്ക് മുകളിൽ ഉണ്ടാക്കണമെന്ന് നാം വഹിയായി ഹദയായി കൊടുത്തിട്ടുണ്ട്. ഖുർആനിൽ 5 സൂറത്തുകളുടെ പേര് ജീവികളുടെ പേരാണ്. ഏതൊക്കെയാണ്? സൂറത്തുൻ നഹ്ൽ, ഒന്ന് തേനീച്ച എന്നുള്ള സൂറത്താണ്. അൽ ബഖറ പശു എന്ന്, പിന്നെ അൽ അങ്കബൂത്ത്, അൻ നംല്, അൻ നഹ്ല്, അൽ ബഖറ. ഇഞ്ഞുണ്ടോ? അൽ ഫീൽ. മാഷാ അല്ലാഹ്, ഉസ്താദ് വന്നില്ലെങ്കിലും നിങ്ങൾ കൈകാര്യം ചെയ്തോളഞ്ഞു. ബാക്കി ഇവിടെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൽ എന്താ മനസ്സിലാക്കേണ്ടത്? 5 ജീവികളുടെ ഖുർആനിൻ്റെ തലങ്ങൾ നോക്കി നിങ്ങൾ. വെറും വഅലും ഉപദേശവും മാത്രമല്ല, ജീവികളെക്കുറിച്ചുള്ള പഠനമുണ്ട്, ജീവികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചുണ്ട്. എന്തെല്ലാം അത്ഭുതങ്ങൾ ഖുർആൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. നഹ്ൽ, തേനീച്ചയുമായി ബന്ധപ്പെട്ട ആ സൂറത്ത് വിശദീകരിക്കുന്നു. ഇന്നാ ഹദൈനാഹുസ് സബീല, മനുഷ്യർക്ക് നാം മാർഗം കാണിച്ചു കൊടുത്തിരിക്കുന്നു. എന്തിന്? ഇമ്മാ ഷാക്കിറം വ ഇമ്മാ കഫൂറ, നന്ദിയുള്ളവനാകണോ നന്ദി കെട്ടവനാകണോ. അവിടെ ഒരു മാർഗം കാണിച്ചു കൊടുത്തു എന്നർത്ഥം. അമ്പിയാക്കന്മാരെ പറ്റി പറഞ്ഞ സൂറത്തുൽ അംബിയായിൽ വജഅൽനാഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചില നേതാക്കന്മാരുണ്ടാകും നമ്മുടെ കൽപ്പനക്കനുസരിച്ച് മാർഗം തെളിക്കുന്നവർ. യഹ്ദൂന വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലന. ഇങ്ങനെ ഹിദായത്ത്, ഹുദ, ഹദ എന്ന വാക്ക് പലതരത്തിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓരോ ജീവികൾക്കുമുള്ള മാർഗം കൃത്യമായി കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ്. ഇപ്പം നമ്മൾ ഓതിയ 2 കൂടി ഓദിക്കാം. ഖാല ഫമർ റബ്ബുകുമാ യാ മൂസാ قال ربنا الذي أعطى كل شيء خلقه ثم هدى. അടുത്ത ആയത്ത് قال فما بال القرون الأولى قال علمها عند ربي في كتاب لا يضل ربي ولا ينسى. ഇത് ഈ കാര്യവും ഫിറഔന് പറഞ്ഞതിൻ്റെ മുമ്പിൽ പറഞ്ഞു കൊടുത്തു. അപ്പോൾ പിന്നെ ഫിറഔന് അടുത്ത ഒരു മർക്കടമുഷ്ടിയുടെ വേറൊരു ചോദ്യം, എന്നാൽ അത് അംഗീകരിക്കുമോ? അത് അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്,
ഖാല ഫിർഔൻ ചോദിച്ചു, പറഞ്ഞു, ഫമ എന്നാൽ എന്താണ്? ബാലുൽ ഖുറൂൻ, ബാല് എന്ന് പറഞ്ഞാൽ അവസ്ഥ, നില എന്നൊക്കെ പറയില്ലേ. ഫമ എന്താണ് ബാലു അവസ്ഥ, അൽ ഖുറൂനി പിന്നെ തലമുറകളുടെ, മുൻപ് കാലത്ത് കഴിഞ്ഞു പോയ തലമുറകളുടെ, അൽ ഊല പൂർവികരായ, മുൻഗാമികളായ പൂർവികരായ ഖുറൂനുകളുടെ തലമുറകളുടെ അവസ്ഥ ഇപ്പം എന്തായിരിക്കും? അവരൊന്നും ഈ റബ്ബിൽ വിശ്വസിച്ചിട്ടില്ലല്ലോ, അവർക്കൊന്നും ഈ റബ്ബിനെ അറിയില്ലല്ലോ. ഇതിപ്പോ നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ വന്ന് പറയാണല്ലോ, അപ്പൊ അവരൊക്കെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എന്ന ചോദ്യം നമ്മുടെ നാട്ടിൽ, ശരിക്കും നമ്മളെ നാട്ടിൽ മലയാളികൾ ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങൾ ഈ പറയുന്ന തൗഹീദും നിങ്ങൾ ഈ പറയുന്ന ഇസ്ലാമും ഇതൊന്നും ഇപ്പൊ നമ്മൾ വാപ്പക്കാരന്മാർക്ക് അറിയില്ലല്ലോ, അപ്പൊ അവരൊക്കെ നരകത്തിലാണോ? ശരിക്കും ചോദിക്കും. ആര് ചോദിക്കുന്നറിയോ? ഉസ്താദന്മാര്, സഖാഫികൾ വരെ ചോദിക്കും. സാധാരണക്കാർ വിവരമില്ലാതെ ചോദിക്കാന്ന് വിചാരിക്കുക. നിങ്ങൾ കുറച്ച് ആൾക്കാർ, നിങ്ങൾ 1927 ശേഷമാണ് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത്, അപ്പൊ 1927 മുമ്പുണ്ടായിരുന്ന ആൾക്കാരൊക്കെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ചോദ്യം ഫിറഔൻ ചോദിച്ച ചോദ്യമാണ്. നിങ്ങൾ ഈ പറയുന്ന അള്ളാഹുവും ഈ റബ്ബുമൊക്കെ ഉണ്ടെങ്കിൽ, വിശ്വാസപരമായത് വലിയ കാര്യമാണെങ്കിൽ, ഇതൊന്നും കേൾക്കാത്ത അറിയാത്ത മുമ്പ് കഴിഞ്ഞു പോയ ഖുറൂനിന്റെ അവസ്ഥ എന്താണ്? അപ്പൊ മൂസാ നബി എന്താ പറഞ്ഞേ? ഖാല, മൂസാ നബി പറഞ്ഞു, ഇൽമുഹാ, ആ വിഷയത്തിലുള്ള അറിവ് അവരെന്താകും, അവർക്ക് എന്തുണ്ടാകും, അവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ അതിന്റെ അറിവ് ഇന്ദ റബ്ബി, എനിക്കൊന്നും പറയാൻ കഴിയില്ല. ഇന്ദ റബ്ബി, എന്റെ റബ്ബിന്റെ അടുത്ത് കിടക്കുന്ന കാര്യമാണ്. അവർ വിശ്വസിച്ചോ, അവർ റബ്ബിനെ കുറിച്ച് കേട്ടുക്കണോ, അവർക്കത് അംഗീകരിക്കാൻ പറ്റിക്കണോ, അവർക്കുള്ള ശിക്ഷ എന്തായിരിക്കും, രക്ഷ എന്തായിരിക്കും? ഇന്ദ റബ്ബി, അതെന്റെ റബ്ബിന്റെ അടുത്ത് കിടക്കുന്ന ഇൽമാണ്. ഫീ കിതാബിൻ, അള്ളാന്റെ രേഖയിൽ അതൊക്കെ വ്യക്തമായിട്ടുണ്ട്. അള്ളാന്റെ കണക്കുന്നത് പോകുന്നില്ല. ലാ യളില്ലു, റബ്ബിന്റെ കാര്യത്തിൽ ആ കിതാബിൽ ഒന്നും പിഴച്ചു പോകൂല, അതിൽ പിഴവുണ്ടാവൂല. വലാ യൻസ്, ലാ യളില്ലു റബ്ബി, എന്റെ റബ്ബിനൊരു പിഴവും അതിൽ വരികയില്ല, പിഴച്ചു പോകൂല. വലാ യൻസ, എന്റെ റബ്ബ് ഒന്നും നസിയ, നസിയ മറക്ക, നസിയ നിസിയാൻ മറവി, വലാ യൻസ, അവൻ മറക്കൂല പടച്ചോൻ. ആ കാര്യത്തിലൊന്നും നമ്മൾ വെറുതെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ പടച്ചോൻ്റെ അടുത്ത് കിടക്കുന്ന കാര്യമാണ്. അതൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് കിടക്കുന്ന ഇൽമാണ്. അതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. സൂറത്തുൽ ബഖറയിൽ ഒന്നുകൂടി ക്ലിയർ ആയി പറയാം, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വളരെ എളുപ്പമാണ്. സൂറത്തുൽ ബഖറയിലെ 134 ആയത്ത്. ആരോടെങ്കിലൊക്കെ സംസാരിക്കേണ്ടി വന്നാൽ കൃത്യമായിട്ട് പറയും. ഈ രണ്ട് സംഭവം, ഖാല ഫമാ ബാൽ ഖുറൂനിൽ ലൂല എന്നുള്ള ഭാഗവും അപ്പം മൂസാ നബി പറഞ്ഞ മറുപടിയും പറഞ്ഞു കൊടുക്കാം. വേണമെങ്കിൽ അൽ ബഖറയിലെ 134 ആയത്ത് ഇത് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു. തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലകും മാ കസബ്തും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. നമ്മളെ ഗൈഡ് പഠിക്കാൻ വേണ്ടി തന്ന കിതാബ് ആരെങ്കിലും മേടിക്കാത്തവരുണ്ടെങ്കിൽ അത് വേഗത്തിൽ 4-5 പുസ്തകം കൂടി ബാക്കിയുണ്ട്. നമുക്ക് ധാരാളം സംഭവങ്ങൾ അതിൽ ഒരാവശ്യം വരുമ്പോൾ റെഫർ ചെയ്യാൻ, ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലോ, നാൾ പറഞ്ഞിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ തുറന്നു നോക്കിയിട്ട് അതൊന്ന് ക്ലിയർ ചെയ്യാനും പഠിക്കാനൊക്കെ സൗകര്യമാണ്. അതിൽ പറഞ്ഞ ആയത്ത്, തിൽക ഉമ്മത്തുൻ ഖദ് ഖലത്, മുമ്പൊരുപാട് സമുദായങ്ങൾ കഴിഞ്ഞുപോയി. ലഹാ മാ കസബത്, അവരധ്വാനിച്ചതിനുള്ളത് അവർക്ക് കിട്ടും. വലക്കും മാ കസബ്തും, നിങ്ങൾ ചെയ്തതിനുള്ളത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അവരുടെ കാര്യത്തിൽ ബേജാറാവണ്ട. അവരെന്താണോ ചെയ്തത് അവർക്കുള്ളത് അവിടെ കിട്ടും. നിങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് കിട്ടും. വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ, അവര് പ്രവർത്തിച്ചതിനെ പറ്റിയിട്ട് നിങ്ങളോട് ചോദിക്കൂല. നിങ്ങളെ കാര്യം നോക്കിയാൽ മതി. 4 നൂറ്റാണ്ട് മുമ്പുണ്ടായിരുന്ന ആൾക്കാർക്ക് എന്തൊക്കെ ഉണ്ടാവും, ഓർക്ക് സ്വർഗം കിട്ടും, ഓരൊക്കെ നരകത്തിലാവും, നിങ്ങൾ ചോദിക്കണ്ട. അവരുടെ കാര്യത്തെപ്പറ്റി നിങ്ങളോട് ചോദിക്കൂല. അത് പടച്ചോൻകാർ എന്താ ചെയ്യാന്നുള്ളത്. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പടച്ചോൻ ചോദിക്കും. അതിനുള്ള ഉത്തരം നിങ്ങൾ കണ്ടെത്തിയാൽ മതി. പലപ്പോഴായി നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സത്യം അംഗീകരിക്കാത്തതെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത്, ഞങ്ങളെ വാപ്പകാരണവന്മാരൊക്കെ അപ്പൊ എന്താ അവസ്ഥ? ഖുർആൻ പറഞ്ഞല്ലോ, അവര് പിഴച്ചവരാണെങ്കിലോ അവരറിയാത്തവരാണെങ്കിലോ നിങ്ങൾ അവരുടെ മാർഗമാണോ പിൻപറ്റുന്നത്? നിങ്ങൾക്ക് ഈ ഹക്ക് കിട്ടിയില്ലേ, നിങ്ങൾ ഈ ഹക്കാണ് പിൻപറ്റേണ്ടത്. ആളുകൾ ചോദിക്കുന്ന പലതരം ചോദ്യങ്ങളിൽ ഒരു ചോദ്യമായിരുന്നു ഉലമാക്കന്മാർ വിശദീകരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചുരുക്കിയിട്ടും പ്രധാനപ്പെട്ട ഭാഗം പറയാം.
ഇതിലെ ഏറ്റവും നല്ല ഒരു പ്രബലമായ ഖൗല് എന്ന് അന്ന ഫിർഔൻ ലമ്മ അഖ്ബറഹു മൂസ ബിഅന്ന റബ്ബഹു അല്ലദീ അർസലഹു ഹുവല്ലദീ ഖലഖ വറസഖ വഖദ്ദറ വഫഹദ. അല്ലാഹു അങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തു. ശറഅ യഹ്തജ് ബിൽ ഖുറൂനിൽ ഉല. ഉടൻ തന്നെ ഫിർഔൻ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ മുമ്പുണ്ടായിരുന്നവരോ എന്ന് ചോദിക്കാൻ തുടങ്ങി. ഫിർഔനാണ് ചോദിക്കാൻ തുടങ്ങി. അല്ലദീന ലം യഅ്ബുദുല്ലാഹ്, കാരണം അവർ നിങ്ങൾ പറയുന്ന അല്ലാഹനെ ആരാധിച്ചിട്ടില്ലല്ലോ. ഫമാ ബാലുഹും ഇദാ കാനൽ അംറു കദാലിക ലം യഅ്ബുദു റബ്ബക ബൽ അബദു ഗൈറ, അവർ അല്ലാഹല്ലാത്ത വേറെന്തിനൊക്കെ ആരാധിച്ചിട്ടുണ്ടല്ലോ. ഫഖാല ലഹു മൂസ ഫി ജവാബിൻ, അതിന് മറുപടിയാണ് മൂസാ നബി പറഞ്ഞത്. ഹും വഇല്ലം യഅ്ബുദൂഹു ഫഇന്ന ഇൽമഹും ഇൻദല്ലാഹ്, അവരുടെ വിവരമൊക്കെ അള്ളാന്റെ കയ്യിലാണ്. മൽബൂത്തുൻ അലൈഹി, വ്യവസ്ഥാപിതമായി അവിടെയുണ്ട്. വസയജ്സീഹിം ബിഅമലിഹിം ഫീ കിതാബില്ലാഹ്, അവർ വിശ്വാസത്തോടെ ചെയ്തതിൻ്റെക്കുള്ള കാര്യങ്ങളൊക്കെ അവരുടെ കിതാബിൽ പ്രതിഫലമായിട്ടുണ്ടാകും. വഹുവൽ ലൗഹുൽ മഹ്ഫൂദ്, ഏതാണ് അള്ളാന്റെ കിതാബ് ഉണ്ട് പറഞ്ഞാൽ ഏതാണ്? ലൗഹുൽ മഹ്ഫൂദിലുണ്ട്. ആ വിവരം ആർക്കെങ്കിലും അറിയോ? ലൗഹുൽ മഹ്ഫൂദിലുള്ള വിവരം നമുക്ക് ആർക്കെങ്കിലും അറിയോ? ആർക്കും അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അറിയൂല. പിന്നെ മുഹ്യിദ്ദീൻ ഷെയ്ഖും ലിഫായി ഷെയ്ഖും തമ്മിലുള്ള പോരാട്ടാണ് മുഹ്യിദ്ദീൻ മാലയിലും ലിഫായി മാലയിലും ഉള്ളത്. നിങ്ങൾ വായിച്ചാണ്ടല്ലോ. നമ്മൾ പറയില്ലേ അള്ളാഹുവിന് എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ അങ്ങനെ പറയാണ്. മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ പറ്റിയിട്ട് ഇങ്ങനെ പോലീസ് പറഞ്ഞു, മുഹ്യിദ്ദീൻ ഷെയ്ഖിന് ഇവിടെ ഇരുന്നു കൊണ്ട് ലൗഹുൽ മഹ്ഫൂദിലുള്ള വിവരങ്ങൾ അറിയാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ റിഫായി ഷെയ്ഖ് പറഞ്ഞു, നിങ്ങൾ ഷെയ്ഖിന് ലൗഹുൽ മഹ്ഫൂദ് അല്ലേ? എൻ്റെ റിഫായി ഷെയ്ഖിന് ലൗഹുൽ മഹ്ഫൂദും 7 ആകാശവും വാനലോകങ്ങളും ലോകത്തെ സകല വിജ്ഞാനങ്ങളും എൻ്റെ റിഫായി ഷെയ്ഖിന് അറിയാം. മത്സരിക്കുകയാണ്, കുറയാതിരിക്കാൻ വേണ്ടി മത്സരിച്ച് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കള്ളക്കഥകളിൽ വലിയ അബദ്ധങ്ങളുണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇവിടെ അള്ളാഹുവിൻ്റെ ലൗഹുൽ മഹ്ഫൂദ് വ കിതാബുൽ അഅമാൽ, ഓരോരുത്തരുടെ പ്രവർത്തനങ്ങൾ തീരുമാനിച്ച രേഖാപുസ്തകമാണ്. ആ കിതാബ് ലാ യളില്ലു റബ്ബി ലാ യശുദ്ദു അൻഹു ഷൈഅൻ, അതിലൊരു മിസ്റ്റേക്ക് വരൂല. വലാ യഫൂതുഹു സഗീറുൻ വലാ കബീറുൻ, നമ്മൾ കണക്കെഴുതി വെച്ച മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കുറക്കാനും കൂട്ടാനൊന്നും അതിലുണ്ടാവൂല. നമ്മളെന്തേലുമൊക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിവെക്കാനൊക്കെ ഉണ്ടാവും. അള്ളാൻ്റെ കിതാബിൽ വരുന്ന സംഭവത്തിലേ നമ്മുടെ ആയുസ് 45 വയസ്സാണെങ്കിൽ അത് 46ക്ക് പോവില്ല. നമുക്ക് ജോലി കിട്ടാൻ ദുനിയാവിൽ അള്ളാൻ്റെ കിതാബിൽ ഇല്ലെങ്കിലേ നമ്മൾ എത്ര സർട്ടിഫിക്കറ്റ് കൊണ്ട് നടന്നിട്ട് കാര്യമല്ല, ഇതിലുണ്ടാവില്ല. നമുക്കത് അറിയില്ല. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? അന്വേഷിക്കണം, പോകണം, വഴികൾ അന്വേഷിക്കണം. അത്ര നമ്മൾ പടച്ചോന്റെ മാർഗത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൂട്ടി. നമുക്ക് ആ വിവരങ്ങൾ അറിയില്ല. വലയൻസാ ഷൈഅൻ, അള്ളാന്റെ കിതാബില് എന്തെങ്കിലും എഴുതി വെക്കാൻ മറന്നിട്ടില്ല പടച്ചോൻ. യസിഫു ഇൽമുഹു തആല ബിഅന്നഹു കുല്ല ഷൈഇൻ മുഹീത്, എല്ലാ വിവരവും അതിലുണ്ട്, ഒന്നും മറന്നിട്ടില്ല. തബാറക വതആല വതഖദ്ദസ വതനസ്സഹ, പരിശുദ്ധനാണ് അവൻ. ഫഇന്ന ഇൽമൽ മഖ്ലൂഖി യഅതറ ബിഹി നുഖ്സാനനാ അഹദുഹുമാ അദമുൽ ലിഹാതതു ബിശൈ. മനുഷ്യന്മാരുടെ പ്രശ്നം നമുക്ക് ഒരു വിഷയത്തിൽ പൂർണ്ണമായ വിവരങ്ങൾ ഉണ്ടാവില്ല. നമുക്കിപ്പോൾ കണ്ടതും നമ്മൾ അനുഭവത്തിലുള്ളതും നമ്മൾ പഠിച്ചതിൻ്റെ ബോധം ഉണ്ടാവും, അതിനപ്പുറമുള്ള വിവരം നമുക്കറിയില്ല. നിസിയാനുഹു ബഅദ ഇൽമിഹി, രണ്ടാമത്തെ മനുഷ്യൻ്റെ പ്രശ്നം കുറേ പഠിച്ചിട്ടുണ്ടാവും, ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ലാസ്റ്റ് കുട്ടികൾ പരീക്ഷക്കൊക്കെ വരും, സാറേ ഇന്നലെ പഠിച്ചതാ സാറേ, ഇന്ന് ഓർമ്മ കിട്ടണില്ല, അതിൻ്റെ തുടക്കം ഒന്ന് പറഞ്ഞുതരൂ സാറേ, അതിൻ്റെ ആദ്യഭാഗം പറഞ്ഞുതരൂ സാറേ. അപ്പോൾ ഇത് മനുഷ്യന്മാരെ മറവിയാണ്. മറവി മനുഷ്യനുണ്ട്. എല്ലാ വിവരങ്ങളും അറിയാൻ കഴിവില്ലാത്തത് മനുഷ്യൻ്റെ പോരായ്മയാണ്. ഫനസ്സഹ നഫ്സഹു എന്ന് നൽകുന്ന അള്ളാഹ്ക്ക് അങ്ങനത്തെ ഒരു പോരായ്മ ഇല്ലാത്തവനാണ്. ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫി കിതാബ് ലാ യളില്ലു റബ്ബി വലാ യൻസ. ഞാൻ 4 ആയത്തൊന്നുകൂടി ഓതിക്കേ. ഖാല ഫമർ റബ്ബുകുമാ യാ മൂസാ قال ربنا الذي أعطى كل شيء خلقه ثم هدى قال فما بال القرون الأولى قال علمها عند ربي في كتاب
ലാ യദില്ലു റബ്ബി വലാ യൻസാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓതിയ ഓരോ ആയത്തുകളും അതിൻ്റെ അക്ഷരങ്ങൾക്കും ഇരട്ടിയായി അല്ലാഹു പ്രതിഫലം നൽകുമാറാകട്ടെ. പല സഹോദരങ്ങൾ, നമ്മുടെ മുഹമ്മദ് അലി സാഹിബ് ക്ലാസ്സിന് വന്നിരുന്ന അഞ്ചരക്കണ്ടി ഭാഗത്തു നിന്ന് വന്നിരുന്ന അദ്ദേഹം കഴിഞ്ഞ ആഴ്ചയിൽ വരാൻ കഴിയാതെ ആശുപത്രിയിലാണെന്നുള്ള വിവരം അറിയിക്കേണ്ട. ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് വിവരം അറിയുന്നത്. അല്ലാഹു സമ്പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ബഹുമാന്യനായ പണ്ഡിതൻ ഡോക്ടർ അഷ്റഫ് മലൈബാരി, മദീന യൂണിവേഴ്സിറ്റിയിലെ പ്രസിദ്ധനായ പണ്ഡിതൻ, വിശുദ്ധ ഖുർആൻ്റെ പരിഭാഷയുടെ പ്രിൻറ്റിംഗ് പ്രസ്സിലൊക്കെ ജോലി ചെയ്യുന്ന കാസർഗോഡ് ജില്ലക്കാരനായ അഷ്റഫ് മലൈബാരി അസുഖബാധിതനായി ആശുപത്രിയിലാണ് എന്നറിയുന്നു. അള്ളാഹു അദ്ദേഹത്തിന് സമ്പൂർണ്ണമായ ഷിഫ വേഗത്തിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. ചില ചോദ്യങ്ങൾ, ക്വിസ് നമ്മൾ പഠിക്കേണ്ടെന്നറിയാൻ വേണ്ടി ചില കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇന്നത്തെ ചോദ്യം ഇന്നലത്തെ ഖുത്ബയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ചില ആൾക്കാർ അതൊന്നും അറിയണമല്ലോ, ആരൊക്കെയാണ് ഇത് എന്താ അവസ്ഥ എന്ന് അറിയാൻ വേണ്ടി മാത്രം ചോദിക്കാറ്. കുഴപ്പമില്ല. അപ്പോൾ ആരൊക്കെ ഉറങ്ങി നോക്കണില്ല, അത് വേറെ ടെസ്റ്റാണ്. ഉറങ്ങിയ ചോദ്യം ഇവിടെ അല്ല, ഇവിടെ ആരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് നോക്കണ മാത്രമേ ഉള്ളൂ കേട്ടോ, അത് നോക്കണില്ല. നമ്മൾ അതിലിങ്ങനെ ചരിത്രത്തിൽ പറഞ്ഞ ഒരു സഹാബി, അദ്ദേഹമാണ് കിടങ്ങ് കുഴിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും പറഞ്ഞു കൊടുത്തത് എന്ന് പറയുന്നു. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. മാഷാ അല്ലാഹ്, ഉത്തരം ശരിയാണ്. പിന്നെ ഇവർ യഹൂദികൾ ഇങ്ങനെ ചെന്നിട്ട് ഓരോ ഗോത്രങ്ങളെയും ചെന്നിട്ട് ഫിത്നയിലാക്കിയിട്ട് നിങ്ങൾ സഹായിക്കാൻ കൊണ്ട് ഞങ്ങൾക്ക് നബിനെക്കെതിരെ യുദ്ധം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഒരു 4000-ഓളം വരുന്ന വലിയൊരു സംഘം ഗോത്രത്തിൻ്റെ മുമ്പിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ഹൈബറിൻ്റെ പകുതി തോട്ടങ്ങളും പഴങ്ങളൊക്കെ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞൊരു ടീമിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഏത് ഗോത്രക്കാരായിരുന്നു അവർ? ഗത്ഫാനാണ്. ഗത്ഫാൻ. ഗുഡ്, അഹ്സൻത. ബനു ഗത്ഫാൻ എന്നറിയപ്പെടുന്ന യഹൂദി ഗോത്രത്തിൻ്റെ മുമ്പിലാണ്. മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ബഗ്ദാദിലാണ് മറവ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം ജനിച്ച ദിവസം ഏത് ദിവസത്തിലായിരുന്നു? റമദാൻ 1 മാഷാ അല്ലാഹ്, ബറകല്ലാഹ്. പിന്നെ അതുപോലെ തന്നെ ഈ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി 3 പ്രസിദ്ധമായ കിതാബുകൾ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിലൊന്ന് ഫുതൂഹുൽ ഗൈബാണ്, മറ്റൊന്ന് ഫതുഹുർ റബ്ബാനിയാണ്. മൂന്നാമത്തൊരു കിതാബുണ്ട്, അൽ ഗുനിയ അത്വാലിബീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട കനപ്പെട്ട ഉപദേശങ്ങൾ നൽകിയിട്ടുള്ള ഗ്രന്ഥമാണ് എന്നർത്ഥം. മാഷാ അല്ലാഹ്, ബറകല്ലാഹു ഖൈർ. അത്രയും ചോദ്യങ്ങളാണ് ഞാൻ കണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം വലിയ വിശാലമായ അറിവ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ പഠിച്ചു മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ അല്ലാഹു ഉപകാരമുള്ളതാക്കി നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിത മാർഗ്ഗങ്ങളിലെല്ലാം അല്ലാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. നമ്മൾ ഉദ്ദേശിക്കുന്ന പദ്ധതികളും നമ്മുടെ ആസൂത്രണങ്ങളും അല്ലാഹു ഏറ്റവും നല്ല രൂപത്തിൽ പൂർത്തിയാക്കാനുള്ള സഹായം നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പടച്ച റബ്ബിനെ ഓർത്ത് ജീവിക്കുന്ന നല്ലവരായ മുഅ്മിനുകളാക്കി അല്ലാഹു നമ്മെ മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇണകളിലൂടെ മക്കളിലൂടെ കൺകുളിമ നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിൻ്റെ ഒരു ക്ലാസ്സിനെ പല നിലക്കും സഹായിച്ചു കൊണ്ടിരിക്കുന്നവർ, ചായ ആണെങ്കിലും സ്നാക്സ് ആണെങ്കിലും മറ്റൊക്കെ ഓരോരുത്തർക്കും ചെയ്യാവുന്നതാണ്. അല്ലാഹു അതിനൊക്കെ വലിയ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. പടച്ച റബ്ബിൻ്റെ മാർഗ്ഗത്തിൽ ഇഷ്ടത്തോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ഒരുമിച്ച് സൗഹാർദ്ദത്തോടുകൂടെ മുന്നോട്ട് പോകാൻ അല്ലാഹു നമ്മുടെ മനസ്സുകളിൽ ഐക്യം നിലനിർത്തുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. ربنا آمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. اللهم أغث بأهل فلسطين. اللهم دمر أعداء الدين. اللهم دمر أعداء اليهود والنصارى والمشركين. اللهم ربنا آمنا فاكتبنا مع الشاهدين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. وصلى الله على نبينا محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.